मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। അടിപൊളി, നല്ല രസമുണ്ട്. എടാ, വെള്ളം നല്ല തണുപ്പുണ്ട്. കൂട്ടുകാരെ, അധികം ദൂരമെങ്ങും പോകരുത്. മുന്നിൽ ഒരുപാട് ഷാർക്സ് ഉണ്ട്. കൊച്ചലിയ, അല്ല നിനക്കെങ്ങനെ അറിയാം? സ്രാവ് ഇവിടെ വരുമെന്ന് നിന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞിരുന്നോ? എടാ കഴുതേ, ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? കൊച്ചലിയ, ബോർഡിൽ കഴുത എന്നല്ല എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ സൂക്ഷിക്കണം, ഇവിടെ സ്രാവുകളുണ്ടെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് പോകാം, ഇല്ലെങ്കിൽ ഹണിയുടെ മണ്ടത്തരങ്ങൾ കേൾക്കേണ്ടി വരും. എടാ സോർദാരെ, കൊച്ചലിയ, നിങ്ങൾ ബൈക്ക് സ്ലോ ആയിട്ട് ഓടിക്കുക, അല്ലെങ്കിൽ പോലീസുകാർ നമ്മളെ പിടിക്കും. ഓവർ സ്പീഡിനുള്ള ഫൈനും അടിച്ചു തരും. നിങ്ങൾ ഹെൽമെറ്റ് ഇല്ലാതെ ഓവർ സ്പീഡിൽ ഓടിക്കുകയാണ്. ഇത് നിയമലംഘനാണ്. കഴുതകളുടെ രാജ്യത്തെ രാജാവാണ്ടാ നീയേ. കടലിൽ ആരാടാ ഹെൽമെറ്റ് ഇട്ടോണ്ട് ഓട്ടിക്കുന്നത്? മാത്രമല്ല കടലിൽ പോലീസ് പിടിക്കത്തോ ഇല്ല. സംശയമുണ്ടോ? അതെയോ? അങ്ങനെയെങ്കിൽ ഷോപ്പിങ്ങിന് വരുന്നതും പോകുന്നതും നമുക്കിനി കടലിലൂടെ ആക്കാം. അതെ, കടലിൽ ഷോപ്പ് ചെയ്യാൻ എന്റെ മുത്തശ്ശനല്ലേ ഇവിടെ കടയെല്ലാം തുറന്നിരിക്കുന്നത്. എന്റെ അല്ല, നമ്മളുടെ മുത്തശ്ശൻ. നമ്മൾ അളിയന്മാരല്ലേ കൊച്ചളിയ? എടാ, നമ്മൾ അറിയാതെ ഇവരുടെ ഏരിയക്കകത്ത് വന്നെന്നാ തോന്നുന്നേ. ഇനി ഇവർ നമ്മളെ വിടാൻ പോകുന്നില്ല. കൊച്ചളിയ, ഈ ഷാർക്കൊക്കെ എന്തിനാ നമ്മുടെ പുറകെ വരുന്നത്? സത്യത്തിൽ നമ്മൾ സിഗ്നൽ പോലും ലംഘിച്ചിട്ടില്ലല്ലോ. എടാ കഴുതേ, ഇവര് നമ്മളെ തിന്നാൻ വേണ്ടി വന്നോണ്ടിരിക്കുക. വേണ്ട വേണ്ട ഷാർക്ക് ചേട്ടാ, ഞങ്ങൾക്കൊന്നും കഴിക്കാൻ വേണ്ട. നിങ്ങൾ കഴിച്ചിട്ട് വന്നോ. എടാ കഴുതേ, അവര് നമ്മളെ കഴിപ്പിക്കാൻ വേണ്ടി വന്നതല്ല, നമ്മളെ കഴിക്കാൻ വേണ്ടി പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. എടാ കുഞ്ഞ, ഈ പൂച്ചകളെ ഞാൻ കഴിച്ചോളാടാ. അത് പറ്റില്ല, ഇവറ്റകളും ഞാനേ കഴിക്കൂ. നിന്റെ ചേട്ടൻ പറയുന്ന കാര്യം നീ അനുസരിക്കില്ലേ? ഇതിനു വേണ്ടിയായിരുന്നോടാ ഇത്രയും നാള് ഞാൻ നിന്നെ തീറ്റിപ്പോറ്റി വളർത്തിയത്. ആഹാരം മാത്രമേ തന്നുള്ളൂ, എന്നാൽ എന്നെ വളർത്തിയില്ല. അതുകൊണ്ടാണ് ഇന്നും നിങ്ങൾ എന്നെ പൊടിയാ പൊടിയാ എന്ന് വിളിക്കുന്നത്. നോക്ക്, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. വിശന്നിട്ട് എനിക്ക് കണ്ണ് കാണാൻ പാടില്ല. വിശന്നാ എനിക്ക് ദേഷ്യം വരുമെന്ന് നിനക്കറിയാലോ. അതെ, അതിന്റെ കൂടെ ബിപിയും ഷുഗറും കൂടും. പിള്ളേരെ, എന്റെ കയ്യിൽ നിന്ന് നീയൊക്കെ മേടിക്കും. മേടിക്കാം, പക്ഷെ എന്താ മേടിക്കേണ്ടെന്ന് വേഗം പറഞ്ഞേക്കേ. എടാ നീ എന്താടാ ഈ പറഞ്ഞോണ്ടിരിക്കുന്നേ? ഞാൻ എന്താടാ ഇവിടെ പോപ്കോൺ വിറ്റോണ്ടിരിക്കാനടാ? ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? വിൽക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്കല്ലേ അറിയാവൂ. എന്റെ പൊന്നളിയാ, ഞാനിവിടെ ഒന്നും വിൽക്കുന്നില്ല. ഹലോ, ഇത് അങ്ങയുടെ അളിയനല്ല, എന്റെ അളിയനാണ്. അല്ലേ കൊച്ചളിയ? അതെ വലിയ അളിയാ. നിങ്ങൾ അളിയനും കൂടി എന്നെ മണ്ടനാക്കാൻ നോക്കുകയാണല്ലേ? അതിവിടെ നടക്കില്ല. എത്രയും പെട്ടെന്ന് എന്റെ വയറ്റിനകത്തേക്ക് പോകാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ. വയറ്റിനകത്ത് പോകാനായിട്ട് ഞങ്ങൾ എന്തിനു വേണ്ടിയാ തയ്യാറെടുക്കേണ്ടത്? നിന്റെ വയറ്റിനകത്ത് വല്ല പാർട്ടി നടക്കുന്നുണ്ടോ? എടാ, ഇവന്മാര് ദേഷ്യം പിടിപ്പിച്ച് എന്റെ പണി തീർക്കുന്ന തോന്നുന്നേ. ഞാൻ എന്താണ് ഉമാരെ ചെയ്യുന്നത്? ഇത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. വേട്ടയാടാൻ വന്നവൻ വേട്ടയാടുന്നില്ല, വേട്ടയാടേണ്ട ഇരയെ കണ്ട് വട്ടായി നിൽക്കുന്നത്. സംശയമുണ്ടോ? മതി, നിങ്ങളുടെ സംസാരമൊക്കെ മതി. എനിക്ക് ഉടൻ തന്നെ കഴിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ആദ്യം എനിക്ക് തന്നെ കഴിക്കണം. അതൊന്നും പറ്റില്ല, ആദ്യം ഞാനേ കഴിക്കൂ. ആദ്യം ഞാൻ തന്നെ കഴിക്കും. ആദ്യം ഞാൻ കഴിക്കും. ആ ദേ നോക്ക്, നിങ്ങൾ ആദ്യം വഴക്കുണ്ടാക്കുന്ന നിർത്ത്. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. വരൂ, നമുക്കൊരു ഗെയിം കളിക്കാം.
ഞാൻ ഈ കോയിൻ എടുത്ത് വെള്ളത്തിനകത്തിടും. ഈ കോയിൻ ആരാണോ ആദ്യം എടുത്തോണ്ട് വരുന്നത് അവർക്ക് എന്നെ കഴിക്കാം. വേഗം വാ, ഇവിടെ നിന്ന് പോകാം. കൊച്ചളിയ, ഒരിക്കലും ഒരാളുടെ ആത്മവിശ്വാസം നമ്മൾ നശിപ്പിക്കരുത്. ആരാ ജയിക്കുന്നത് നോക്കിയിട്ട് നമുക്ക് പിന്നെ പോകാം കൊച്ചളിയ. അവരിൽ ആരാദ്യം വന്നാലും ശരി, അത് നമ്മുടെ അവസാനമായിരിക്കും. ആദ്യം ഇവിടെ നമുക്ക് സ്ഥലം വിടാം. ഞാൻ ജയിച്ചു. എടാ, നിക്കടാ. അവര് നമ്മളെ മണ്ടന്മാരാക്കി. ഇനി എന്റെ കൈ കിട്ടിയ ഞാൻ വെറുതെ വിടില്ല. നമുക്കതിന്റെ മുകളിൽ കയറാം. ഷാർക്ക് നമ്മളെ പിന്തുടരുന്നുണ്ടോ എന്ന് നോക്കാം. ഓ, രക്ഷപ്പെട്ടു. ഇതെന്താ സംഭവിക്കുന്നത്? കൊച്ചളിയ, ഈ വെള്ളത്തിനടിയിൽ ആരാണ് ഇത്രയും ഭംഗിയായിട്ട് വീഡിയോ വെച്ചിരിക്കുന്നത്? വെൽക്കം മൈ ഫ്രണ്ട്, വെൽക്കം. ഷാർക്കിന്റെ വീട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഓയ്, സൈൻ ബോർഡിൽ വാർണിംഗ് തന്നതിന് ശേഷവും നിങ്ങൾ എന്റെ ഏരിയക്കകത്ത് വന്നിരിക്കുകയാണ്. ഇതെന്തായാലും ഒട്ടും ശരിയല്ല. ഇവന്മാരാണ് ഞങ്ങളെ മണ്ടന്മാരാക്കി ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. നമ്മുടെ ഏരിയയിൽ വന്നിരിക്കുകയാണ് അവർ. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് അതിന്റെ ശിക്ഷ കിട്ടിയേ മതിയാകൂ. നിങ്ങൾ സമുദ്രത്തിൽ വന്ന് ഷാർക്കുകളെ അപമാനപ്പെടുത്തി. എന്നാൽ എനിക്ക് ഒരു കാര്യമാണ് മനസ്സിലാവാത്തത്. നിങ്ങൾക്ക് എന്ത് ശിക്ഷയാണ് നൽകേണ്ടതെന്ന്. ഞാൻ പറയാം. നിങ്ങൾ ഞങ്ങളെ കടൽ തീരത്തെത്തിക്ക്. ചൂട് കാരണം ഞങ്ങൾ അവിടെ കിടന്ന് പിടഞ്ഞോളും. അല്ലല്ലോ കൊച്ചളിയ, കടൽ തീരത്ത് കയറുന്നത് ഇവർക്ക് എന്തായാലും സുരക്ഷിതമല്ല. അതിനായി ഇവർ നമ്മളെ പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതായി വരും. കൂടാതെ അവിടെ നിന്ന് നമുക്ക് ഓടി രക്ഷപ്പെടാനും കഴിയുമല്ലോ. അഭിനന്ദനങ്ങൾ ഷാർക്കാൽ. ജോയിൻ ലെറ്റർ തരാതെ തന്നെ ഹണി നിങ്ങളുടെ ഗാങ്ങിൽ ജോയിൻ ആയിരിക്കുകയാണ്. അതെയോ? വെൽക്കം മൈ ഫ്രണ്ട്, വെൽക്കം. ഞങ്ങളുടെ ഗ്യാങ്ങിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ താൻ തന്നെ പറ, തന്റെ കൂട്ടുകാർക്ക് ഞങ്ങൾ എന്ത് ശിക്ഷയാണ് നൽകേണ്ടത്? അങ്ങനെയൊക്കെ ഓപ്ഷൻ തരൂ, എന്നിട്ട് ഞാൻ പറയാം. ഓക്കെ, എന്നാൽ ഇതാണ് നിങ്ങളുടെ ഓപ്ഷൻ. ഓപ്ഷൻ എ. നിങ്ങൾ കാണുന്ന ഈ മുതലകൾ ടിവിയിലൊക്കെ അഭിനയിച്ചിട്ടുള്ളവരാണ്. നിങ്ങളൊരു വിരൽ നീട്ടിയാൽ മതി, ഇവർ തന്നെ കൈ കടിച്ചെടുത്തോളും. എങ്ങനെയുണ്ട്? സാർ, വേറൊരു ഓപ്ഷൻ തരൂ പ്ലീസ്. ഓക്കെ. ഇതെങ്ങനെയുണ്ട്? സംഭവം കൊള്ളാം. എന്നാൽ സമുദ്രത്തിന്റെ നടുക്ക് വന്ന് സിംഹത്തിന്റെ കടിയേറ്റ് മരിച്ചാൽ അത് വളരെ അപമാനകരമായിരിക്കും. വേറെ ഓപ്ഷൻസ് പറയൂ. ഓക്കെ. കൊള്ളാം. മൂന്നാമത്തെ ഓപ്ഷൻ ചായയും പക്കോടയും പാർട്ടിയാണോ? ഈ തിളയ്ക്കുന്ന എണ്ണയിൽ ഷാർക്കാൽ ചേട്ടൻ ചൂടുള്ള പക്കോട ഉണ്ടാക്കാൻ പോവുകയാണ്, അല്ലേ ബോസ്? എടാ, ഇത് നിന്റെ ബോസ് അല്ല, ഞങ്ങളുടെ ബോസാണ്. ബോസ്, ഇവൻ പറഞ്ഞ പോലെ നിങ്ങൾ പക്കോട ഉണ്ടാക്കാൻ പോവാണോ? നാക്കിൽ വെള്ളം ഊർന്നു. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇനി ഒരു ഓപ്ഷനുമില്ല. ഈ എണ്ണയിൽ മുക്കി ഇവന്മാരെ നമുക്ക് പൊരിച്ചെടുക്കാം. ഇതെന്തായാലും വലിയ ആപത്താണ്. ലൈഫ് ലൈൻ എന്തെങ്കിലും ഉണ്ടോ? കൂട്ടുകാരെ, ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു ലൈറ്റ് ലൈനേ ഉള്ളൂ. അത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം.
തടയ്. സിംഹച്ചേട്ടാ, ഞങ്ങളല്ല നിങ്ങളുടെ ശത്രുക്കൾ. നിങ്ങളുടെ ശത്രുക്കൾ ആ ഷാർക്കുകളാണ്. അവരാണ് നിങ്ങളെ പിടിച്ച് ഈ കൂട്ടിനകത്ത് അടച്ചു വെച്ചിരുന്നത്. ഞങ്ങളാണ് നിങ്ങളെ കൂട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ശിക്ഷിക്കണമെങ്കിൽ നിങ്ങൾ അവരെ ശിക്ഷിക്ക്. വേണ്ട വേണ്ട, പറയുന്ന കേട് വേണ്ട. ആരെങ്കിലും എന്നെ ഈ സിംഹത്തിന്റെ അടുത്ത് നിന്നൊന്ന് രക്ഷിക്ക്. സോറി ബോസ്, സിംഹത്തിന്റെ കടി കൊണ്ട് ഞങ്ങളുടെ ജീവൻ നശിപ്പിക്കാനായിട്ട് ഞങ്ങൾ ആരും തയ്യാറല്ല. എന്നോട് ക്ഷമിക്കൂ. ഇനി ആരെയും ഞാൻ ഇങ്ങനെ ഉപദ്രവിക്കുകയില്ല. ആരെങ്കിലും എന്റെ ഈ ജീവൻ ഒന്ന് രക്ഷിക്കൂ പ്ലീസ്. ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തു പോകാനുള്ള വഴി എന്താണെന്ന് വേഗം പറയൂ. അങ്ങോട്ട് നോക്ക്. അതിലെ ബട്ടൺ പ്രസ് ചെയ്ത് ലൈഫ് ബോട്ട് വഴി നിങ്ങൾക്ക് ഇവിടെ നിന്നും പുറത്തു കടക്കാം. വേണ്ട സിംഹം ചേട്ടാ, നമ്മൾ ആരെയും നന്നാക്കാൻ വേണ്ടിട്ട് ക്രൂരമായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അവനെ വിട്ടേക്ക്. എന്റെ സിംഹം ചേട്ടാ, ഞങ്ങളെ ഒന്ന് വെറുതെ വിടൂ. ഞങ്ങൾ ഇനി ആരെയും ഉപദ്രവിക്കില്ല. എന്താ, ശരിയല്ലേ? അതെ അതെ ശരിയാ. സിംഹചേട്ടാ, ഇവര് നന്നാവാൻ വേണ്ടി നമുക്ക് ഇവർക്കൊരു ചാൻസ് കൊടുക്കാം. ശരി, നമുക്ക് മുകളിലേക്ക് പോവാം. താങ്ക് യു. ഏയ്, ആദ്യമായിട്ടാണ് സിംഹത്തോടൊപ്പം സമുദ്രത്തിൽ യാത്ര ചെയ്യുന്നത്. അതും ഒട്ടും ഭയമില്ലാതെ. ഏയ്.